ഓണസമരം സിന്ദാബാദ് നേടിയെടുക്കും ജീവൻ നേടിയെടുക്കും അവകാശങ്ങൾ നേടിയെടുക്കും കൺവീനർ ഇഷ്ടമോൾ അടക്കമുള്ള എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ, വീണ്ടും ഒരു ഓണക്കാലം വരവായി. പിണറായി സർക്കാർ അധികാരമേറ്റിട്ട് 10ാമത്തെ വർഷം പുതിയ ഓണാഘോഷം നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് സർക്കാർ ഓണാഘോഷം നടത്തുമ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് മാത്രം ഒരു ആനുകൂല്യങ്ങളും ഇതുവരെ പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിലുള്ള സംവിധാനം അനുസരിച്ച് ഓണം ആഘോഷിക്കുന്ന ജീവനക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഈ സമയത്തും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട സമയത്തും അവിടെയും ഇവിടെയും നിന്ന് കായം കളിക്കുന്ന തക്ക് കളിക്കുന്ന എൻജോയ് യൂണിയൻകാരോട് ഞങ്ങൾക്ക് വളരെ പുച്ഛമാണ് തോന്നുന്നത്. ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞ് അവിടെയും ഇവിടെയും നിന്ന് തിരുവാതിര കളി കളിച്ചും യജമാനന് സ്തുതിഗീതം പാടാനും നടക്കുന്ന സമയത്ത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറുവിരലനക്കാൻ തയ്യാറാവാത്ത യൂണിയൻകാരോട് ഞങ്ങൾക്ക് പുച്ഛമാണ്. നാണമുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങളുടെ ജാഥ കടന്നു പോകുമ്പോൾ അവിടെയും ഇവിടെയും ഇരുന്ന് ഓഫീസിന്റെ സൈഡിലിരുന്ന് ഞങ്ങളെ കൊഞ്ഞനം കുത്തുന്ന യൂണിയൻകാരാ, നിങ്ങൾ ഇതിന് കാലം നിങ്ങളോട് കണക്ക് ചോദിക്കും. ജീവനക്കാരുടെ മൊത്ത കച്ചവടം ഏറ്റെടുത്തുകൊണ്ട് മുഴുവൻ ജീവനക്കാരെയും പിന്തുണ സർക്കാരിലേക്ക് കൊടുത്തുകൊണ്ട് ജീവനക്കാരുടെ ഒരു ആനുകൂല്യത്തിന് വേണ്ടിയും പോലും ഒരു ശബ്ദം, ഒരു ചെറുവിരൽ പോലും അനക്കാതെ നാണം കെട്ട് കലോത്സവവും ചേമ്പ് കൃഷിയും മത്സ്യകൃഷിയുമായി നടക്കുന്ന നിങ്ങൾ ഈ നാടിന്റെ ശാപമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഓണക്കാലത്ത് ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയേ തീരൂ. ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സംഖ്യയുടെ കണക്ക് യൂണിയൻകാരാ നിങ്ങളൊന്ന് ഇവിടെ പ്രദർശിപ്പിക്കണം. ഏത് സമയത്തും ഈ കാന്റീനിന് മുമ്പിലും ഈ ഓഫീസുകളുടെ മുമ്പിലൊക്കെ നിങ്ങൾ കുറെ കണക്കുകൾ പല സമയത്തായി പ്രദർശിപ്പിക്കാറുണ്ടല്ലോ. എത്ര രൂപ ഈ സർക്കാർ ഓരോ മാസവും പിടിച്ചു വെക്കുന്നു, കവർന്നെടുക്കുന്നു എന്നുള്ള കണക്ക് കൂടി നിങ്ങൾ ഈ ബോർഡുകളിലൊക്കെ പ്രദർശിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു ക്ലാസ് 4 ജീവനക്കാരന്റെ കയ്യിൽ നിന്ന് 4400 രൂപയോളം ഒരു മാസം പിടിച്ചു വെച്ച് ആ പിടിച്ചു വെച്ച പണം കൊണ്ട് തൂർത്തടിച്ച് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മന്ത്രിമാരെയും ആ മന്ത്രിമാർക്ക് ശ്രദ്ധാപുതും ചെയ്യുന്ന നിങ്ങളുടെ പ്രവൃത്തി ഇനിയും അവസാനിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലെ സിവിൽ സർവീസ് രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളും അത്തരത്തിലുള്ള ഒരു നീക്കമായി കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കണം, നിങ്ങളുടെ പ്രസ്ഥാനവും ഈ നാട്ടിൽ ഉണ്ടാവണം. പക്ഷേ അതിന് നിങ്ങൾ തന്നെ കുഴി തോണ്ടുന്ന അവസ്ഥ മാറ്റിവെക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് നിങ്ങളോട് വെക്കാനുള്ളത്. പിണറായി വിജയൻ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഓണക്കാലം ജീവനക്കാർക്ക് കൂടിയുള്ളതാണ്. അത് സാധാരണക്കാരോടൊപ്പം ഞങ്ങൾക്കും ഓണം ആഘോഷിക്കണം. ഓണത്തിന് ഞങ്ങൾക്ക് അലവൻസ് വേണം. മുമ്പുള്ള സർക്കാരുകൾ നൽകിയതുപോലെ ഒരു മാസത്തെ ശമ്പളം ബോണസായി നൽകി ജീവനക്കാരുടെ അവശത മാറ്റുന്നതിനു വേണ്ടി, ജീവനക്കാരുടെ DA കുടിശ്ശിക അനുവദിക്കുന്നതിന് വേണ്ടി, ജീവനക്കാരുടെ ലീവ് സറണ്ടർ അനുവദിക്കുന്നതിന് വേണ്ടി മെഡിസെപ്പ് നടപ്പിലാക്കുമ്പോൾ അതിന്റെ അപാകതകൾ പരിഹരിച്ച് ജീവനക്കാർക്ക് മെച്ചപ്പെട്ട മെഡിസെപ്പ് സംവിധാനം നടപ്പിലാക്കണമെന്നാണ് പിണറായി സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ പരിപാടി, ഈ പ്രതിഷേധ സംഗമം, മലപ്പുറം ജില്ലയിലെ ഈ പ്രതിഷേധ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ആരാധ്യനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ വിഷ്ണുദാസ് ആണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ശ്രീ വിഷ്ണുദാസ്, അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ, മുഴുവൻ ആളുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ജില്ലാ ട്രഷറർ ശ്രീ ഷബീറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, ഇതിനെ സ്നേഹപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറിയായി മാറിയിട്ടുള്ളത് എപ്പോഴെങ്കിലും ഗവൺമെന്റിന് തോന്നിയാൽ അതും പ്രക്ഷോഭങ്ങളും ഡൈസ്റ്റോൺ അടക്കമുള്ള സമരങ്ങളും ചെയ്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ചാൽ കോടതിയിൽ നിന്ന് കൊട്ടുകിട്ടുമ്പോൾ മാത്രം ഒരു ഗഡു ക്ഷാമബത്ത പ്രഖ്യാപിച്ചാലായി എന്ന രീതിയിലാണ് കാര്യങ്ങൾ.
2022 ശേഷം ഈ സംസ്ഥാനത്ത് ഓണസില്ല, സറണ്ടർ ഇല്ല, ആനുകൂല്യങ്ങൾ ഒന്നുമില്ല, മിസ്റ്റർ പിണറായി, ഹലോ മിസ്റ്റർ പിണറായി വിജയൻ, ഭരിക്കും എംപ്ലോയർ, ഇല്ല നടക്കില്ല, നടക്കില്ല, ഇപ്പണി ഇവിടെ നടക്കില്ല, ഞങ്ങളെ നിങ്ങൾക്കറിയില്ലേ, ഇന്നലത്തെ പോരാട്ടത്തിൽ ഉജ്ജ്വലമായ പ്രക്ഷോഭത്തിൽ അണിചേരൂ, അധികാരത്തിൽ കേറാനല്ല, ആരെയും താഴെ ഇറക്കാനല്ല, ജീവിക്കാനാണ് ഈ സമരം. നീയെ കുടിശ്ശിക വട്ടപ്പൂജ്യം, ചരിത്രമേടുകൾ മറച്ചു നോക്കൂ, അവിടെ കാണാം ഉമ്മൻചാണ്ടി, പിണറായിയുടെ ഭരണത്തിൽ ഇല്ല സറണ്ടറില്ല, ഓണത്തില്ല ബത്തയില്ല, എന്ത് ഭരണം പിണറായി, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോ പുറത്ത്, അവകാശങ്ങൾ നിഷേധിച്ച് പിണറായി നാട് ഭരിക്കുമ്പോൾ പാർട്ടിപത്രം വിറ്റ് നടക്കും, യൂണിയൻകാര ഫെസ്റ്റോക്കാര, നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു, ഇൻക്വിലാബ് സിന്ദാബാദ്, ഓണസമരം സിന്ദാബാദ്, നേടിയെടുക്കും ജീവൻ, നേടിയെടുക്കും, അവകാശങ്ങൾ നേടിയെടുക്കും, ഇൻക്വിലാബ് സിന്ദാബാദ്.